ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കർത്താവായ യേശുവിനെ കാണുവാനുള്ള അദമ്യമായ ആഗ്രഹവും അതിനായി മരത്തിൽ കയറിയ സക്കേവൂസിൻ്റെ എളിമയും ഈ വചനഭാഗത്തെ ശ്രദ്ധേയമാക്കുന്നു. യേശുവിൻ്റെ സ്നേഹപൂർണ്ണമായ ക്ഷണം കേട്ട് തൻ്റെ വീട്ടിലേക്ക് അവനെ സ്വീകരിക്കുവാൻ സക്കേവൂസ് കാണിച്ച സന്മനസ്സും നാം കണ്ടു. പാപിയായ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ വന്ന യേശുവിൻ്റെ സ്നേഹവും കരുണയും ഈ വചനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. യേശുവിനെ കാണുവാനുള്ള സക്കേവൂസിൻ്റെ ആഗ്രഹം ഇന്നത്തെ ലോകത്തിലെ തിന്മകളെ അതിജീവിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹമായി മാറണം. സക്കേവൂസിൻ്റെ ജീവിതം ഒരു വലിയ മാനസാന്തരത്തിൻ്റെ പ്രതീകമാണ്. ചുങ്കക്കാരനായിരുന്ന അയാൾ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പാവപ്പെട്ടവർക്ക് തൻ്റെ സ്വത്തിൻ്റെ പകുതി കൊടുക്കുവാനും ആരോടെങ്കിലും അധികമായി വാങ്ങിയെങ്കിൽ 4 ഇരട്ടി തിരികെ നൽകുവാനും തയ്യാറായി. ഇത് കേവലം വാക്കുകളായിരുന്നില്ല, പ്രവൃത്തിയിലൂടെയുള്ള ഒരു ഏറ്റുപറച്ചിലായിരുന്നു. ഇന്നത്തെ സമൂഹത്തിലും ഇതുപോലെ മനസ്താപവും ഏറ്റുപറച്ചിലും ഉണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാകും. ഭൗതിക സമ്പത്തിനും സുഖലോലുപതയ്ക്കും പിന്നാലെ പായുന്ന ലോകത്ത് സക്കേവൂസിൻ്റെ മാനസാന്തരം നമുക്കൊരു വലിയ പാഠമാണ്. യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിച്ചതിലൂടെ സക്കേവൂസ് യേശുവിൻ്റെ സ്നേഹത്തെയും കരുണയെയും അടുത്തറിഞ്ഞു. നമ്മുടെ കുടുംബാംഗങ്ങളെയും ഭവനങ്ങളെയും ക്രിസ്തുവിനെ തുറന്നു കൊടുക്കുവാൻ നാം തയ്യാറാകണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സക്കേവൂസിനെ പോലെ എളിമയുള്ളവരായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയത്തോടെ ജീവിക്കാൻ നമുക്ക് അനുദിനം പരിശ്രമിക്കാം. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അകന്ന് നീതിയിലും വിശുദ്ധിയിലും ജീവിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാകാൻ ഈ വചനങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതം നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശമായി മറ്റുള്ളവരിലേക്ക് പകരാം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും അനുഭവിച്ചറിഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവരിലേക്കും ഇന്ന് തന്നെ പകർന്നു നൽകാം. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം.